ഇതിലിപ്പോ എന്താ ഒരു കഥ? ഇതന്നെയാണ് എനിക്ക് പണി. എന്നും തന്നെ ഈ അടിച്ചു തരലെന്നെ പണി. എന്നും ഈ കച്ചറ കടലാസായിട്ടും അതായിട്ടും ഇതായിട്ടൊക്കെ ഇങ്ങനെ മുറിച്ചിട്ടല്ലേ പേര്. ഇതിലൊന്നും ഒരു ഇതില്ല. ഇതെന്നും ഇങ്ങനെ അടിച്ചു തരാനായിട്ട് ഒരാളിങ്ങനെ നിൽക്കുക. ഇതിനെന്തെങ്കിലും ഒരു പരിഹാരം കാണുന്നില്ലെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇതിപ്പോ എന്താ ചെയ്യാ? ഇത് ഇങ്ങനെ എന്നും ഇങ്ങനെ അടിച്ചു തരാൻ നിൽക്കുക ഒരാള്. ഇതിനായിട്ട് ഒരാൾ ഇങ്ങനെ നിൽക്കുക ഇവിടെ. നിങ്ങൾക്ക് ഈ കുട്ടികൾക്ക് വേറെ പണിയൊന്നുമില്ല. എന്നും കടലാസും പേപ്പറും അതും ഇതും ഒക്കെ മുറിച്ചിട്ട് ഇവിടെ നന്നായിട്ട് ഇരപ്പാക്കുകയാണ്. ഇതിങ്ങനെ അടിച്ചു തരാൻ ഒരാളുണ്ടല്ലോ ഇവിടെ. അപ്പൊ എന്തു ചെയ്യും നിങ്ങൾക്കൊക്കെ? എന്താ ഇപ്പൊ ഇത് കഥ? അത് നോക്കി ഇത്രയും തോനെ കടലാസ് വന്നു. ഇതൊക്കെ മുറിച്ചിട്ടുണ്ടെങ്കിൽ കുറച്ചൊരു ഇതില്ല. ഇങ്ങനെ അടിച്ചു തരും അടുത്തുകൾ മനുഷ്യർ. ഇങ്ങനെ പേരൊന്നായിട്ട് അടിച്ചേരി വരുമ്പോ ഊരവേദന അതും ഇതൊക്കെ വരും. എന്താ പ്രശ്നം? എന്താ ഇതല്ലേ ഇത് എപ്പോഴും തന്നെ പണി. ഇത് ഞാൻ അടിച്ചേരി അങ്ങോട്ട് പോവുക. അത് കഴിഞ്ഞാൽ പിന്നെയും തന്നെ കടലാസ് മുറിച്ചിട്ടില്ലേ. ഇവർക്ക് ഇതാണ് പണി. സ്കൂളിൽ ഞാൻ വില പരിപാടി ഇതാണ്. ഇതാണ് പ്രശ്നം. ആ ഇത് പ്രശ്നമല്ല. എന്നാ അടിച്ചേരിക്കോളി. ഇതിന് നമുക്ക് ഒരു പരിഹാരം കാണാം. എന്ത് പരിഹാരം? നമുക്ക് കാണാം. എന്ത് പരിഹാരം? ഓക്കെ, ഈ അടിച്ചു തരുന്നതിന് പരിഹാരം കാണണ്ടേ? അത് നമുക്ക് കാണാം കേട്ടോ. അത് പറഞ്ഞു പോവും. ഒരു പരിഹാരം ഉണ്ടാവില്ല. അത് ഞാൻ തന്നെ ചെയ്യേണ്ടി വരും ഒക്കെ. എന്താ മോളെ ഫോൺമ കളിക്കാ? ഇത്രയും നേരം അടിച്ചേരിക്കൊഴിഞ്ഞില്ല. ഇനി ഒന്ന് ഇരിക്കട്ടെ. അടിച്ചു തരും വേണ്ട, തുടക്കം വേണ്ട, ഒന്നും വേണ്ട. രണ്ട് ചെയ്യുന്ന ഒരാളെ ഞാൻ കൊണ്ടുണ്ട്. ഇതെന്താ പെട്ടിയിലെന്താ സാധനം? എന്താ ഇതൊരു മെഷീനാണ്. എന്ത് മെഷീൻ? അത് ഇതല്ല, ഇത് ഈ മെഷീൻ ഈ അടിക്കലും തുടക്കലും എല്ലാം ഇത് ചെയ്യും. അങ്ങനത്തെ ഉണ്ട്. അപ്പൊ അതുകൊണ്ട് ഇനി ഒന്നും വേണ്ട. ഇവിടെ ഇരുന്നാ മതി. ഊരവേദനാണ്, അതാണ് ഇതാണെന്നുള്ള പ്രശ്നങ്ങളൊന്നും പറയണ്ട. എല്ലാം ഈ ജാനു എന്ന് പറഞ്ഞ ആള് ചെയ്തോളൂ. പിന്നെ നമുക്ക് ആദ്യം അത് വാങ്ങിയില്ല. ആയിക്കോട്ടെ, നീ ഒന്നും ചെയ്യണ്ട. ഈ അവിടെ ഇരുന്നാൽ മതി. എല്ലാം അത് ചെയ്തോളൂ. ഒരു ടെൻഷനും വേണ്ട. അതൊക്കെ ഉപയോഗിക്കാനുള്ള എല്ലാ മറ്റൊരു സാധനങ്ങളെല്ലാം ഇതിലുണ്ട്. എല്ലാം ഉണ്ട്. അതൊക്കെ ഓക്കെ ആയി കഴിഞ്ഞാൽ, ക്ലീൻ ആക്കി കഴിഞ്ഞാൽ അത് ഓക്കെ എന്ന് പറയും. സ്മാർട്ട് ക്ലീനർ ആണല്ലോ വിത്ത് ഹോം മാപ്പിംഗ്. മോപ്പിംഗ് ഉണ്ട് അല്ലേ? എല്ലാം ഉണ്ട്. അടിപൊളിയാണല്ലോ. ഇനി ഉപയോഗിച്ചിട്ട് റോബോട്ട് വാക്യൂം ക്ലീനർ അല്ലേ? അടിപൊളിയാണ് കേട്ടോ. സംഭവം അടിപൊളിയാണല്ലോ. അത് അങ്ങനെ ചെയ്യണ സംഭവം ആയിരിക്കൂലേ? ഇനി ഉപയോഗിച്ചിട്ട് ഇതിന്റെ ഉപയോഗം എല്ലാം കഴിഞ്ഞ ശേഷം പ്രേക്ഷകർക്ക് പറഞ്ഞു കൊടുക്കും എങ്ങനെയാണെന്നുള്ളത്. ഓക്കെ, നല്ല അടിപൊളി. ഇനി നമുക്കൊന്ന് തുടച്ചു നോക്കലേ, എന്താ ഏതാന്നുള്ളതൊക്കെ തുടച്ചു നോക്കാം. ഏതായാലും സംഭവം അടിപൊളിയായിരിക്കുന്നു. സംഭവം ഇപ്പോൾ ഇനി നമുക്ക് അൺബോക്സ് ചെയ്യാം കേട്ടോ. അൺബോക്സ് ചെയ്തിട്ട് നോക്കാം. അപ്പോൾ ഇതാ ഞാൻ പെട്ടി തുറന്നിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനത്തെ ഒരു സംഭവമാണ് കേട്ടോ ഇതിലുള്ളത്. മാഷാ അല്ലാഹ്, നല്ല അടിപൊളിയാണ്. ഈ ഒരു സംഭവം കൊണ്ട് നമ്മൾ മോപ്പിങ്ങും ക്ലീനിങ്ങും ഒക്കെ കഴിയണ നോക്കിയാണ്. എന്തൊരു ഉഷാറാണില്ല അല്ലേ? അപ്പോൾ അതിൽ ഉള്ള സാധനങ്ങൾ ഞാൻ കാണിച്ചു തരാം. അത് ബ്രഷ് ഉണ്ട്, മുടി എടുക്കുന്ന ഒരു ബ്രഷ് ഉണ്ട്, അതുപോലെ മോപ്പ് ചെയ്യണ തുണി ഉണ്ട്. പിന്നെ മോപ്പ് ചെയ്യണ തുണി 2 ഉണ്ട് കേട്ടോ. പിന്നെ ആ അരികുന്നൊക്കെ കച്ചറ എടുക്കണുണ്ടല്ലോ, അതും 2 ഉണ്ട്. പിന്നെ ഫിൽറ്ററുമായിട്ടൊരു സംഭവമാണ്. അപ്പം 2 ഉള്ളതൊക്കെ പിന്നെ അങ്ങനെ ഉണ്ട്, ഒന്നുള്ളത് അങ്ങനെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇനി മുടിയൊക്കെ കുടുങ്ങി കഴിഞ്ഞാൽ അത് ക്ലീൻ ചെയ്യണ ഒരു ബ്രഷും അതും ഉണ്ട് കേട്ടോ അതിൽ. അപ്പോൾ അത് ഫിറ്റ് ചെയ്യണ രൂപമാണ് കേട്ടോ. അതിങ്ങനെയാണ്, അത് മുടി എടുക്കണതാണ് കേട്ടോ. മുടി അതിന്മേൽ ചുറ്റി വരും കേട്ടോ. ആ ഒരു സംഭവമാണത്. അപ്പോൾ അതങ്ങനെ ഫിറ്റ് ചെയ്യുക. പിന്നെ ആ ഒരു ബ്രഷ്, ചെറിയൊരു ബ്രഷാണ്, അത് അവിടെയും ചെയ്തു. പിന്നെ മോപ്പ് ചെയ്യണ ആ ഒരു തുണി അവിടെ അങ്ങനെ ചെയ്തിട്ട് അങ്ങനെ പറ്റിച്ചു കൊടുക്കലാണ് കേട്ടോ. അപ്പം വളരെ സിമ്പിളാണ്. നമ്മൾ ഈ ഇതിൻ്റെ ഭാഗത്തൊക്കെ ചിന്തിക്കണ്ട കേട്ടോ. നമുക്ക് നമ്മളെ ജോലികൾ എടുക്കുകയും ചെയ്യാം. ഇതവിടെ നല്ല രീതിയിൽ നമ്മൾ മറ്റുള്ളവരൊക്കെ തുടക്കാനോ ആക്കാനൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോ സ്ഥലങ്ങളും പറഞ്ഞു കൊടുക്കണമല്ലോ. ഈ ജാനുവിന് അതൊന്നും പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അപ്പോൾ അത് വെള്ളം നിറക്കണ സംഭവമാണിത്.
അതുപോലെ വേസ്റ്റുകൾ വരുന്ന ബോക്സാണത്. അപ്പോൾ ഇതിങ്ങനെ ഫിറ്റ് ചെയ്ത് ഇനി നമുക്കിത് പിന്നെ ചാർജ് ചെയ്യുന്ന സംഭവം കാണിച്ചു തരാം. ഇതാണ് കേട്ടോ ചാർജ് ചെയ്യുന്നത്. അത് അവിടെ നമ്മൾ ഒരു പ്ലഗിൻ്റെ അടുത്ത് കുത്തി വെച്ച് കൊടുത്താൽ മതി. അതിന് ചാർജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അതന്നെ താനെ പോയിട്ട് ആ ചാർജിലേക്ക് കയറും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇനി ഇതിപ്പോൾ ഉപയോഗിക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ജാനു പുറപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് സെറ്റിങ്സൊക്കെ മൊബൈലിലാണ് കേട്ടോ. മൊബൈലിൽ സെറ്റ് ചെയ്ത് നമ്മളൊരു ടൈമൊക്കെ സെറ്റ് ചെയ്ത് കൊടുത്താൽ മതി. ഞാനിപ്പോൾ ഒരു 10 മണി ടൈമാണ് കേട്ടോ സെറ്റ് ചെയ്തിട്ടുള്ളത്. ആ 10 മണിയാവുമ്പോൾ ആൾ ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ ആ ഒരു സമയത്ത് നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചാൽ ഓട്ടോമാറ്റിക്കായിട്ട് 10 മണിക്ക് അത് ഇറങ്ങിക്കോളും കേട്ടോ. അപ്പോൾ അത് അരികൊക്കെ നല്ല ക്ലീനാക്കി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അടുത്ത് നമ്മൾ നിൽക്കണം എന്നൊന്നുമില്ല കേട്ടോ. നമ്മളെ ജോലികളൊക്കെ ചെയ്യട്ടോ. അപ്പോൾ പിന്നെ ആളതൊക്കെ ചെയ്ത് ഒക്കെ കഴിഞ്ഞ് ലാസ്റ്റ് ചാർജിൻ്റെ അവിടെ വന്ന് നിൽക്കും കേട്ടോ. എവിടെ നിന്നാണ് തുടങ്ങിയത് അവിടെ പോയി ആൾ നിൽക്കും. അപ്പോൾ നമ്മളിത് എവിടെയെങ്കിലും ഉണ്ടോ എന്നൊന്നും പിന്നെ നോക്കി നടക്കേണ്ട ആവശ്യമില്ല. പിന്നെ ചവിട്ടികൾ കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റിയിടണം കേട്ടോ. വലിയ വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റി വെക്കണം. ഇപ്പോൾ കണ്ടില്ല ഈ സോഫൻ്റെ ഉള്ളിലേക്കൊന്നും പോകണില്ല. കാരണം അത് ഉയരമില്ലാത്തതുകൊണ്ടാണ്. അങ്ങനെ സംഭവിക്കണോണ്ടാണ് അതിൻ്റെ ഉള്ളിൽ, അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിൽ നിന്നൊക്കെ പൊടി എടുക്കും കേട്ടോ. പൊടി എന്ന് പറഞ്ഞാൽ നമ്മൾ അടിച്ചു വാരിയാൽ കിട്ടാത്ത തരം പൊടികളാണ് കേട്ടോ നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഒരു മാറാല പോലെയുള്ള പൊടികളൊക്കെ ഇതിൽ വരുന്നുണ്ട് കേട്ടോ. നമ്മൾ അടിച്ചു വാരിയാൽ അങ്ങനെയൊന്നും പൊടികളൊന്നും വരില്ല. ഇതിൽ അതുപോലത്തെ പൊടികളാണ് ഇതിൽ കിട്ടുന്നത് കേട്ടോ. നല്ല ഇത് പിന്നെ അടിച്ചു വാരിയാൽ തന്നെ ക്ലീനാണ് വീട്. കാരണം അത്രയും പൊടികൾ ഇതിൽ വലിച്ചെടുക്കുന്നുണ്ടല്ലോ. പിന്നെ മോപ്പിങ്ങിൻ്റെ ആവശ്യമില്ല കേട്ടോ. അപ്പോൾ ഈ പേപ്പറുകളും കാര്യങ്ങളൊക്കെ കണ്ടില്ല, അത് പെട്ടെന്നാണ്ട് വലിച്ചെടുത്തു. വളരെ സിമ്പിളായിട്ട് നമ്മൾ അടിച്ചു വാരുകയാണെങ്കിൽ 1-2 അവിടെയും ഇവിടെയൊക്കെ പെടില്ല. ഇതൊന്നുമില്ല കേട്ടോ. പിന്നെ ലാസ്റ്റ് ഒന്നും കൂടി ഒന്ന് കറങ്ങും കേട്ടോ. കാരണം എവിടെയെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടോ എന്നൊക്കെ നോക്കാൻ ഒന്നുകൂടി കറങ്ങും കേട്ടോ. ഇത് ഒക്കെ ചെയ്തതിന് ശേഷം ഒന്നുകൂടി രണ്ടും ഒരുമിച്ചാണ് കേട്ടോ. മോപ്പിങ്ങും പിന്നെ ക്ലീനിങ്ങും ഒരുമിച്ചാണ് നടക്കുന്നത് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഇടയിൽ നമ്മൾ ചാർജ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പിങ്ക് കളറിൽ ലൈറ്റ് കത്തുട്ടോ. അപ്പോൾ അത് നേരെ പോയി ചാർജിൽ പോയി കയറിക്കൂട്ടോ. അത് ജസ്റ്റ് മിസ്സായിപ്പോയി, എടുക്കാൻ കഴിഞ്ഞില്ല കേട്ടോ. പെട്ടെന്ന് നമ്മൾ വന്നപ്പോൾ തന്നെ ആൾ ചാർജിൽ കയറി വന്നിട്ടുണ്ടായിന് കേട്ടോ. പിന്നെ അത് ചാർജൊക്കെ ആയതിന് ശേഷം പിന്നെ എവിടുന്ന് മുതലാണ് അത് നിന്ന് പോയത് അവിടുന്ന് മുതൽ പിന്നെയും തുടക്കാൻ തുടങ്ങും കേട്ടോ. അത്രയും ക്ലീനാണ്. നമ്മൾ മനുഷ്യന്മാരെങ്ങനെ ചെയ്യുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നൊരു യന്ത്രമാണ് കേട്ടത്. വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. ഒരുപാട് പിന്നെ ഈ ചെറിയ കുട്ടികളുടെ അമ്മമാർക്കൊക്കെ വീട്ടിൽ ഒറ്റക്കാവുമ്പോഴൊക്കെ വളരെ യൂസ്ഫുള്ളാണ് കേട്ടോ. എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിത് ഇത്രയും ഇതിൽ ഡീറ്റെയിൽസായിട്ട് ഇതിൻ്റെ റിവ്യൂ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. കാരണം എനിക്ക് ഇതേപോലെ പിന്നെ ഊരവേദനക്കുള്ള സമയത്താണ് എനിക്കിത് എൻ്റെ ഹസ്ബൻഡ് വാങ്ങി തന്നത്. അപ്പം എനിക്ക് വളരെയധികം ഉപകാരപ്പെട്ടു. എൻ്റെ ഹസ്ബൻഡിനോട് ഞാൻ താങ്ക് യു 100 വട്ടം താങ്ക് യു പറയണം. കാരണം എനിക്ക് അന്ന് വളരെ ഉപകാരപ്പെട്ടു. പിന്നെ ചാർജായി കഴിഞ്ഞാൽ വൈറ്റ് കത്തും കേട്ടോ. പിന്നെ അതിന് ശേഷം പിന്നെ അവിടെ നിന്ന് ഇങ്ങനെ പോരും കേട്ടോ. അപ്പോൾ ഇത് എല്ലായിടത്തും കുറേ പിന്നെ നമ്മൾ മാപ്പിലുള്ള എല്ലാ ഇതും അവർ ക്ലീനാക്കി നീറ്റാക്കി തരും കേട്ടോ. പിന്നെ അതാ കിച്ചണിലെത്തിയിട്ടുണ്ട്. പിന്നെ ലാസ്റ്റ് കിച്ചണിൻ്റെ അവിടെ വെച്ചാണ് അത് നിന്ന് പോയത് കേട്ടോ. പിന്നെ അവിടെ പോയിട്ട് ചാർജായി വന്നതാണ്. ഇപ്പോൾ അതാ നമ്മൾ കിച്ചണിലൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പിന്നെ വലിയ വലിയ സംഭവങ്ങളൊക്കെ നമ്മൾ മാറ്റിയിട്ട് അത്രേ ഉള്ളൂ ഇതിൻ്റെ. അത് നമ്മൾ അടിച്ചു വരുമ്പോഴും നമ്മൾ അങ്ങനെ തന്നെയല്ലേ. അപ്പോൾ ആ ഒരു സംഭവങ്ങളൊക്കെ മാറ്റി ഒഴിവാക്കിയിടുക. അപ്പോൾ നമ്മളെ കിച്ചണിലാണ് ആൾ കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജാനു എന്നാണ് ഞങ്ങൾ പേരിട്ടിട്ടുള്ളത്. കുട്ടികൾക്കും നമ്മളെ കുടുംബത്തിലെല്ലാവർക്കും ജാനുവിനെ പറ്റി അറിയാം കേട്ടോ. കാരണം പിന്നെ ജാനുവിൻ്റെ പാട് എന്താണെന്ന് എല്ലാവരും ഇപ്പോൾ ചോദിക്കൽ കേട്ടോ. നമ്മളെ വിശേഷങ്ങളെല്ലാം ഇപ്പോൾ ആരും ചോദിക്കൽ, ജാനുവിൻ്റെ പാട് എന്താണെന്നാണ് ചോദിക്കൽ. കാരണം ജാനു അത്രയും നീറ്റ് ആൻഡ് ക്ലീനാണ് കേട്ടോ. ജാനുവിനെ പറ്റി ഒരു കുറ്റം പറയാനില്ല. പിന്നെ അടിപൊളിയാണ് ജാനു. അപ്പോൾ എല്ലാവരും ചോദ്യം അതാണ്ടാവില്ലേ, ജാനു എന്താ പാട്, ജാനു നല്ല അടിപൊളിയാണ്. പിന്നെ ഇങ്ങനെ ഒഴിഞ്ഞ സ്ഥലമാകുമ്പോൾ ജാനുവിന് പ്രത്യേകിച്ച് അടിപൊളിയാണ് കേട്ടോ. പിന്നെ ചെയറിൻ്റെ ഉള്ളിലേക്കൊക്കെ പോകും കേട്ടോ. കാരണം അതിന് കിടക്കാൻ പറ്റിയ എല്ലാ സ്പേസും അത് മുതലാക്കിയിട്ട് വരുള്ളൂ.
പിന്നെ അരികുന്നു മൂലയെന്നൊക്കെ നമ്മൾ അടിച്ച് വരുമ്പം പിന്നെ ഈ എൻ്റെ സ്ഥലത്തൊന്നും പൊടികൾ ഇങ്ങോട്ട് കിട്ടൂലല്ലോ. പക്ഷേ ജാനുവിന് അതൊക്കെ കിട്ടും കേട്ടോ. എന്തായാലും നമ്മളെ ജാനു സൂപ്പറാണ്. നമുക്ക് ഒരു പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല ജാനുവിനെ പറ്റി. അത്രയും അടിപൊളിയാണ് കേട്ടോ. അപ്പോൾ അതാ കിച്ചണിലാണുള്ളത്. പിന്നെ മുകളിലൊക്കെ സ്റ്റെപ്പുമ്മലൊക്കെ വെച്ചാൽ ആ സ്റ്റെപ്പുമെന്ന് വീകുന്നുള്ള പേടിയൊന്നും വേണ്ട കേട്ടോ. ജാനു അങ്ങനൊന്നും വീകൂല. ആ എൻഡ് വരെ പോയിട്ട് ജാനു തിരിച്ചിങ്ങോട്ട് തന്നെ വരും കേട്ടോ. ആ ഒരു ഇതുണ്ട്. സ്റ്റെപ്പുമത്തെ വീഡിയോസൊന്നും എനിക്ക് ഇതിലെടുക്കാൻ പറ്റിയിട്ടില്ല. ഏതായാലും ഇത്രയൊക്കെ ഞാൻ ഡീറ്റെയിൽസ് ആയിട്ട് എടുത്തിട്ടുണ്ട്. പിന്നെ എനിക്ക് കഴിയണ മാതിരി ഞാൻ പറഞ്ഞും തന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും അറിയാൻ മതിയാവും. മിക്കവാറും വീടുകളിലും ഈ സംഭവം ഉണ്ടാവും. ഇല്ലാത്തവർക്ക് വാങ്ങാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾ മസ്റ്റായിട്ടും ട്രൈ ചെയ്തോളി. ഒരു കുഴപ്പമില്ല. പിന്നെ പുതിയതായിട്ട് വീട് എടുക്കുന്നവരാണെങ്കിൽ എനിക്ക് പറയാനുള്ളത്, നമ്മൾ പിന്നെ സോഫ അതുപോലെ കട്ടിൽ അങ്ങനത്തെ സംഭവങ്ങളൊക്കെ കുറച്ച് ഉയർത്തി വെക്കുക, അത്രേ ഉള്ളൂ കേട്ടോ. വേറൊന്നും ഇല്ല. അതിലേക്ക് കിടക്കാനുള്ള സ്പേസ് കൊടുക്കുക. പിന്നെ ഇതാ മോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് ഇനിയിപ്പോൾ ഇത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതാ അതിൻ്റെ ആ മോപ്പിങ്ങിൻ്റെ അടിഭാഗം പിന്നെ മുടി കുടുങ്ങിയത് ഒക്കെ ഞാനിനി നിങ്ങൾക്ക് എടുത്തിട്ട് നല്ലതാക്കി കാണിച്ചു തരാം. മൂവ് ചെയ്യൽ ഇതാ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിങ്ങോട്ട് പോരും കേട്ടോ. ഇങ്ങനെയാണ് ഇത് റിമൂവ് ചെയ്തെടുക്കൽ. പിന്നെ ഈ ബോക്സ് അതേപോലെ എടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ എടുത്ത് കാണിച്ചു തരാം. കണ്ടില്ലേ, നമ്മളാ മറ്റേ പേപ്പറിൻ്റെ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഈ ഒരു ബോക്സിലാണ് ആ വേസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് റിമൂവ് ചെയ്യും. അത് ഇതിൻ്റെ ഉള്ളിൽ നിന്നിട്ട് ഊരിയെടുത്തിട്ടുള്ളത് കേട്ടോ. ഇനി ഇത് നമുക്ക് തുറന്ന് നോക്കട്ടോ. കണ്ടില്ലേ വേസ്റ്റുകളൊക്കെ ഇതിൽ. അപ്പോൾ ഇതാ ഞാൻ ഒരു വൈറ്റ് പേപ്പർ എടുത്തിട്ടുണ്ട്. അതിലേക്കാണ് കേട്ടോ ഈ വേസ്റ്റ് ഫുള്ളും. ഇതൊക്കെ ഇതിൽ കിട്ടിയ വേസ്റ്റുകളാണ് ഇതൊക്കെ കേട്ടോ. ഇതിപ്പോൾ നമ്മൾ പിന്നെ അടിച്ചു വാരിയാലൊന്നും ഇത്ര അധികം വേസ്റ്റൊന്നും നമുക്ക് കിട്ടൂലല്ലോ. ഈ പേപ്പറുകളൊക്കെ അടിച്ചു വാരിയാൽ പോരും. പക്ഷേ എന്നാലും ഇങ്ങനത്തെ സംഭവങ്ങളുണ്ടല്ലോ, ഇതൊക്കെ എന്താന്നുള്ള ഒരു ഇതില്ല കേട്ടോ. ഇങ്ങനത്തെ സംഭവങ്ങൾ അധികം ഞാൻ ചെയ്യുമ്പോൾ ഇങ്ങനെയാണ് കിട്ടൽ കേട്ടോ. എനിക്ക് ഞാൻ യൂസാക്കിയതിന് ശേഷമാണ് ഇതിൻ്റെ റിവ്യൂ പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പിന്നെ എന്താ പറയുക കംഫർട്ടായിട്ട് പറഞ്ഞു തരുന്നത് നിങ്ങളോട്. കാരണം എനിക്ക് നല്ല യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അപ്പം എനിക്ക് എന്നും അടിച്ച് വരുമ്പം പിന്നെ നമുക്കിപ്പോൾ സാധാരണ അടിച്ച് വരുമ്പോൾ ഇങ്ങനെയൊന്നും കിട്ടാനില്ലല്ലോ. ഒരുപാട് പൊടികളൊക്കെ പിന്നെ അവിടെ ഇവിടെയൊക്കെ പറ്റി കിടക്കുന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ ഇതിൽ പോരുന്നുണ്ട് കേട്ടോ. ആ ഒരു സംഭവങ്ങളൊക്കെ ഇതിൽ പോരുന്നുണ്ട്. ഇങ്ങനത്തെ ഇതൊക്കെ ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ കട്ടിൻ്റെ അടിയിൽ കുറേ ദിവസം അടിച്ചേരാഞ്ഞാലൊക്കെ ഉണ്ടാവുന്ന ഒരു മാറാല പോലത്തെ ഒരു സംഭവമില്ലേ, അങ്ങനത്തെ സംഭവം. പക്ഷേ ഇതെന്നും ഡെയിലി നമുക്ക് കിട്ടുന്നുണ്ട്. നല്ല ക്ലീനായിട്ട് നമുക്ക് അടിച്ചു വാരി കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ മറ്റുള്ള ഐറ്റംസുകൾ ഒക്കെ കിട്ടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആ പേപ്പർ മുഴുവനും ഇതിൽ പോകുന്നില്ലേ എല്ലാം. പിന്നെ വലിയ വലിയ പേപ്പറുകൾ അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇതിൽ പോരില്ല കേട്ടോ. പിന്നെ നമ്മൾ കുറച്ചൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം, അത്രേ ഉള്ളൂ. എന്നാലും എനിക്ക് യൂസ്ഫുള്ളായിട്ട് തോന്നിയതാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് കേട്ടോ. എനിക്ക് നല്ല ഹെൽപ്പായിട്ട് തോന്നിയിട്ടുണ്ടത്. അപ്പോൾ അതാ ഇനിയിപ്പോൾ ഇത് നമ്മൾ കഴുകി വാഷ് ചെയ്താൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ റിമൂവ് ആക്കി എടുത്താൽ മതി കേട്ടോ. അതിൽ നിന്ന് വാഷ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കുക, എന്നിട്ട് നന്നായി വാഷ് ചെയ്ത് കണ്ട് ഉണക്കാൻ വെക്കുക കേട്ടോ. കേട്ടോ ഇങ്ങനെയായിട്ട് എടുത്താൽ മതി. ഇങ്ങനെ എടുത്തതിന് ശേഷം നന്നായി വാഷ് ചെയ്ത് ഉണക്കി വെക്കുക കേട്ടോ. അത്രേ ഉള്ളൂ. പിന്നെ നമുക്ക് പിന്നെ മോപ്പിങ്ങിനുള്ള വെള്ളം ഒഴിക്കാനുള്ള സംഭവമാണിത്. ഇതിലേക്കാണ് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്ത് നല്ല മൂടി വെക്കുക. ഇനി നമുക്ക് അടുത്തത് കാണിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ ഈ ഒരു സംഭവം അതാ ഇത് ഇങ്ങോട്ട് ഊരിയെടുക്കാം കേട്ടോ. അല്ല ഇതിമേലൊക്കെ മുടി ഇങ്ങനെ ചുറ്റിയിട്ടുണ്ടാവും.
ഈ ബ്രഷ് നമുക്ക് പിന്നെ എൻ്റെ ഭാഗത്തു നിന്നൊക്കെ പിന്നെ എടുത്ത് തോണ്ടിയെടുക്കുന്നതാണ് കേട്ടോ ഈ ബ്രഷ്. എൻ്റെ ഭാഗമൊക്കെ നമുക്ക് പിന്നെ എന്താ പറയുക മൂലയിലൊന്നും നമുക്ക് ബ്രഷ് ചൂല് തട്ടൂലല്ലോ, അവിടെ നിന്നൊക്കെ അങ്ങോട്ട് തോണ്ടിയെടുക്കുന്നതാണ് ഈ ബ്രഷ് കേട്ടോ. പിന്നെ അതേപോലെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ, ഇതിൻ്റെ ഉള്ളിലാണ് പിന്നെ ഇതിങ്ങനെ കഴിക്കുക. ഇതൊക്കെ നല്ല ക്ലീൻ ചെയ്യണം കേട്ടോ. നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞതിന് ശേഷം നല്ല ക്ലീൻ ആക്കണം. കണ്ടില്ലേ മുടികൾ, നൂല്, അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇതിൽ പിടിച്ചിട്ടുണ്ട്. അതൊക്കെ നമ്മൾ ക്ലീൻ ചെയ്തെടുക്കുക കേട്ടോ. അതിനുള്ള സംഭവങ്ങളൊക്കെ അതിലുണ്ടാവും. പിന്നെ നമ്മളെ പേപ്പറും കാര്യങ്ങളൊക്കെ. പിന്നെ ഇവിടെയൊക്കെ മുടി കുടുങ്ങും കേട്ടോ ഈ ചക്രത്തിൻ്റെ ഉള്ളിൽ. അതൊക്കെ നമ്മളിങ്ങനെ ക്ലീൻ ചെയ്തെടുത്താൽ മതി. ഇത്രേ ഉള്ളൂ ഇതിൻ്റെ പരിപാടികൾ കേട്ടോ. സിമ്പിളാണ്, ക്ലീൻ ചെയ്യാനൊക്കെ എളുപ്പമാണ്. അപ്പം പിന്നെ ആർക്കെങ്കിലും വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ വാങ്ങിക്കട്ടോ. കാരണം എനിക്ക് യൂസ്ഫുൾ ആയതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് കേട്ടോ. നമുക്കിപ്പോൾ എന്തെങ്കിലും വയ്യായിക എന്തെങ്കിലും വരികയാണെങ്കിലൊക്കെ നമുക്കൊന്ന് റെസ്റ്റ് എടുക്കുക. നമ്മൾ അടിച്ചേരിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ തുടച്ചിട്ടില്ലല്ലോ എന്നൊക്കെ ഒരു ചിന്ത വരില്ല. നമ്മൾ കിടന്നാലും നമുക്ക് കിടക്കാൻ തോന്നില്ലല്ലോ. അപ്പോഴൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയൊരു സംഭവം തന്നെയാണ് കേട്ടോ. പിന്നെ ഞാൻ ഡെയിലി യൂസ് ചെയ്യലുണ്ട് കേട്ടോ. ആഴ്ചയിൽ ഒരിക്കൽ ഞാൻ മോപ്പിട്ടുകൊണ്ട് തുടക്കലുള്ളൂ. ബാക്കി എല്ലാ ദിവസവും ഞാൻ ഇതന്നെ യൂസ് ചെയ്യൽ. എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല. പിന്നെ വൈഫൈ കണക്ടറാണ് കേട്ടോ അത്. വൈഫൈയിൽ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെന്താ പറയുക, അത്ര എനിക്ക് അറിയുള്ളൂ. എനിക്കറിയണ മാതിരിയൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനിയിപ്പം പിന്നെ എന്താ പറയുക, ഒന്നും പറയാനില്ല. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. പിന്നെ നിങ്ങളെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. നിങ്ങളെ വീട്ടിലുണ്ടോ, എങ്ങനെയാണോ, യൂസ്ഫുള്ളാണോ എന്നൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. എൻ്റെ അഭിപ്രായമാണ് ഞാൻ പറഞ്ഞത്. ഇനിയിപ്പോൾ ഉള്ളവർക്ക് ഇനിയിപ്പോൾ അത് വലിയത് യൂസ് ആയിട്ടില്ല എന്നൊക്കെ തോന്നുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യേണ്ടി കേട്ടോ. എനിക്ക് യൂസ്ഫുള്ളാണ്. ഞാൻ ഇതിപ്പം 6 മാസത്തിലധികമായി ഇത് യൂസ് ചെയ്യാൻ തുടങ്ങിയിട്ട്. എനിക്കൊരു കംപ്ലൈൻറ്റും ഇല്ല, ഒരു കുഴപ്പമില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്ത് വാങ്ങിയാലും യൂസ് ചെയ്തതിന് ശേഷം മാത്രം ഞാൻ ഇതിൻ്റെ റിവ്യൂ പറയാറുള്ളൂ. കാരണം നമുക്ക് അത് പിന്നെ കംഫർട്ടാണെന്ന് തോന്നിയിട്ടല്ലേ നമ്മൾ മറ്റുള്ളവർക്ക് അത് പറഞ്ഞു കൊടുക്കേണ്ട ആവശ്യമുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പം സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇനി മറ്റൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും ബായ്, അസ്സലാമു അലൈക്കും.